ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡി സി വയറും എ സി വയറും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പോൾ സോളാറിൽ ഉപയോഗിക്കുന്ന ഡി സി വയറ് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. അത് എ സി വയർ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഇപ്പോൾ പോയി വാങ്ങിയതാണ്. 4 mm² ഒരു ഡി സി വയർ 2 മീറ്ററും 4 mm² തന്നെ എ സി വയർ റെഡ് കളർ 2 മീറ്ററും വാങ്ങി. അതിൻ്റെ കൂടെ തന്നെ 6 mm² ബ്ലാക്ക് കളർ ഡി സി വയർ 2 മീറ്ററും 6 mm² തന്നെ റെഡ് കളർ ഫിനോലെക്സിൻ്റെ എ സി വയർ അത് 2 മീറ്ററും വാങ്ങി. ഇനി നമുക്കിത് ഒന്ന് കാര്യമായിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ള വ്യത്യാസങ്ങളെന്ന്. ഇത് ഫിനോലെക്സിൻ്റെ 6 mm² എ സി വയറാണ്, റെഡ് കളറ്. അതും കൂടെ ടേബിളിലേക്ക് വയ്ക്കാം. ഇപ്പോൾ ഡി സി എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്, ഡയറക്റ്റ് കറണ്ട് ആണ്. അത് 12 വോൾട്ട് ആണെങ്കിൽ 12 വോൾട്ട് തന്നെ എപ്പോഴും കാണും. എ സി ആണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ഇപ്പോൾ 230 വോൾട്ട് എ സി ആണെങ്കിൽ അത് 0-ൽ നിന്ന് 230 വോൾട്ട് വരെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഒരു സെക്കൻഡിൽ 50 ഹെഡ്സ് ഉള്ള 50 ഹെഡ്സ് ആണെങ്കിൽ 50 തവണ അത് 0-യും 230-യും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇത് 4 mm² പോളി ക്യാബിൻ്റെ ആണ് ഈ ഡി സി കേബിള്. ഇത് സോളാർ ഡി സി കേബിൾ എന്നാണ് ഇരിക്കുന്നത്. 1 കോർ സിംഗിൾ കോറ് 4 ആണ് ഇതിൻ്റെ ഇത്. റെഡ് കളറ് ഫിനോലെക്സിൻ്റെ എ സി വയറാണ്. ഇത് ഫ്ലെയിം ഗാർഡ് എന്നുള്ള ഫിനോലെക്സിൻ്റെ വയറാണ്. ഇത് 4 mm² തന്നെയാണ് ഇതിൻ്റെയും വയർ സൈസ്. 1100 വോൾട്ട് ഇതിൻ്റെ മാക്സിമം വോൾട്ടേജ് എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ 2 6 mm² വയറും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ജസ്റ്റ് എഴുതാം 4 mm² എ സിന്ന് 4 mm² ഡി സിന്ന്. ഇപ്പോൾ നമുക്ക് 4 mm² വയറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതിൻ്റെ ഇൻസുലേഷൻ ഞാൻ എടുത്ത് കളയുകയാണ്. ഇൻസുലേഷൻ തിന്നായിട്ടുള്ള ഇൻസുലേഷൻ തന്നെയാണ് നമ്മളെപ്പോഴും കാണുന്ന പോലെ തന്നെ. കോപ്പർ വയർ ബെയർ ആണ്, അതിനകത്തൊന്നും കോട്ടിംഗ് ഒന്നുമില്ല. ഒത്തിരി കോപ്പർ വയേഴ്സ് ഉണ്ട്. ഇത് ഡി സി വയർ കട്ട് ചെയ്യാൻ നോക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും അത് കട്ടാവണില്ല. നല്ല കട്ടിയുള്ള ഇൻസുലേഷനാണ്. അപ്പോൾ അതിനകത്ത് പ്ലെയറൊക്കെ വെച്ച് സ്പീഡ് ഞാൻ 5x സ്പീഡിൽ ഇടുകയാണേ. കാര്യം ഇത് ഒത്തിരി സമയം എടുക്കണുണ്ട്. പ്ലെയറൊക്കെ വെച്ച് വലിച്ചെടുത്തപ്പോൾ ഓക്കെ വരുന്നുണ്ട്. അതിൻ്റെ 2 കമ്പി ആ ഇൻസുലേഷനകത്തും കൂടെ പോയിട്ടുണ്ട്. ഇൻസുലേഷൻ ഒരു സിംഗിൾ ലെയർ ഇൻസുലേഷൻ തന്നെയാണ്, പക്ഷേ ഭയങ്കര കട്ടിയാണെന്നേ ഉള്ളൂ. ഇത് UV പ്രൊട്ടക്ഷനും പിന്നെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനും ഒക്കെ വേണ്ടിയിട്ടാണ് അത് വെച്ചേക്കുന്നത്. ഇതിനകത്തുള്ള കോപ്പർ വയർ നോക്കിയാൽ അറിയാം, ഇത് സിൽവർ കളറിൽ ഇരിക്കുകയാണ്. ഇത് സിങ്ക് കോട്ടഡ് ആണ്, സിങ്ക് കോട്ടഡ് കോപ്പർ വയറാണ്. ഇതിനകത്ത് ഒരുപാട് സ്ട്രാൻഡ്സ് ഉണ്ട്. ഇതിനകത്ത് ഒരുപാട് കോപ്പർ വയർ, ചെറുത് കോപ്പറിൻ്റെ കമ്പികളുണ്ട്. ഇപ്പോൾ രണ്ട് നോക്കിയാൽ ഏകദേശം ഒന്നുപോലെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് പലരും പറയുന്നതെന്ന് വെച്ചാൽ ഡി സി വയറിനകത്ത് ചെറിയ കമ്പികൾ കൂടുതൽ എണ്ണവും എ സി വയറിനകത്ത് വലിയ കമ്പികൾ കുറച്ച് എണ്ണമാണെന്നാണ് പലരും പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇത് എണ്ണി തന്നെ നോക്കാം. ആദ്യം ഡി സി വയറിൻ്റെ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം. ഈ സിങ്ക് കോട്ടിംഗ് വെച്ചിരിക്കുന്നത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് ഇതിനകത്ത് ഈർപ്പം എങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ കോപ്പർ ക്ലാവ് പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിങ്ക് കോട്ടിംഗ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്പീഡ് 5x സ്പീഡിലിട്ടേക്കാണ്. 2 കമ്പികൾ ഇൻസുലേഷൻ്റെ കൂടെ കട്ടായി പോയിട്ടുണ്ട്. ഈ കണ്ണിൽ കാണാൻ പറ്റാത്ത ഈ കമ്പികൾ എണ്ണുന്നത് ഇത്തിരി പ്രയാസമാണ്. എന്നാലും നമുക്ക് എണ്ണി തീർക്കാം. 54 കമ്പികളും പ്ലസ് 2 ഇൻസുലേഷനിൽ പോയിട്ടുണ്ട്. ടോട്ടൽ 56 എണ്ണമാണുള്ളത്. ഇവിടെ 54 എഴുതിയിട്ടുള്ളൂ. അടുത്തത് എ സി വയറിൽ നമുക്കൊന്ന് എത്ര സ്ട്രാൻഡ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കാം. എ സി വയർ പ്യുവർ കോപ്പറാണ്. 99.99% കോപ്പർ പ്യൂരിറ്റി ഉള്ള കോപ്പറാണ്. ഇതും തിൻ വയറായിട്ടാണ് ഇതിനകത്ത് ഒത്തിരി കമ്പികൾ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇൻസുലേഷൻ നോൺ ഫ്ലെയിമബിൾ ഇൻസുലേഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 56
കമ്പികളാണ് ഇതിനകത്ത് എണ്ണിയത്. അതായത് AC വയറിലും DC വയറിലും 56 കമ്പികൾ തന്നെയാണ് ഉള്ളത് 4 mm സ്ക്വയറിൽ. ഇൻസുലേഷനിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇൻസുലേഷനിലും സിങ്ക് കോട്ടിങ്ങിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് കാരണം കറണ്ട് ക്യാരിങ് കപ്പാസിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഇതിൻ്റെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനിലുള്ള വ്യത്യാസമുണ്ട്. കറക്റ്റായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് AC കേബിളും DC സൈഡിൽ ഉപയോഗിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ വില നോക്കിയാലും വലിയ വ്യത്യാസമൊന്നുമില്ല. AC കേബിളിന് 100 രൂപയും DC കേബിളിന് 2 മീറ്റർ 92 രൂപയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾ വീഡിയോയ്ക്ക് തരുന്ന ഓരോ ലൈക്കും ഓരോ കമൻറ്റുകളും നമ്മുടെ ചാനലിന് തരുന്ന ഓരോ സബ്സ്ക്രിപ്ഷനും പുതിയ പുതിയ വീഡിയോകൾ, ഇന്നോവേറ്റീവായിട്ടുള്ള വീഡിയോകൾ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനാണ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി, നമസ്കാരം.